ഹായ്, സീ ലയൺ 7ൻ്റെ ഉള്ളിലാണ് നമ്മൾ. ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ ആദ്യം പരിചയപ്പെടുത്തുക. അതൊരു പ്രത്യേകത അല്ലേ. നമ്മൾ നോർമലി എങ്ങനെ കാണുന്നത് എക്സ്റ്റീരിയറൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് ഇൻറ്റീരിയറിൽ വരിക. പക്ഷേ സീ ലയണിൻ്റെ ഉള്ളിലാണ് മാന്ത്രികത. എൻ്റെ കൂടെ ആനന്ദുണ്ട്, BYDയുടെ. ഭയങ്കര രസമുള്ള, ഭയങ്കര പ്രീമിയം ഫീലുള്ള ഇൻറ്റീരിയർ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വാഹനമാണിത്. മെയിനായിട്ടുള്ള 10 കാര്യങ്ങൾ, 10 കൗതുകങ്ങൾ പറയാം. ഇതാണ് ഹാർട്ട് ഓഫ് ദ ഓഷ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്രൈവ് സെലക്ടർ നോബ്. സീ ലയൺ 7 എന്ന് പറഞ്ഞാൽ ഓഷ്യൻ സീരീസിലെ വാഹനമാണല്ലോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ആനന്ദ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റാനിക്കിലെ ആ നായികയുടെ കഴുത്തിലുള്ള ലോക്കറ്റ്. ശരിയാണ്, അതിൻ്റെ ഒരു ക്രിസ്റ്റൽ രസം, അതിൻ്റെ ഒരു പ്രീമിയം ഫീലൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം. പിന്നെ കപ്പ് ഹോൾഡർ നോക്കിക്കോണേ. 2 തരത്തിൽ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊന്ന് താഴേക്ക് ആക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ കപ്പ് അതിൽ കൊള്ളിക്കാം. പിന്നെ നമുക്കത് സ്വിച്ച് ഇട്ടാൽ സാധാരണ പോലെ തന്നെ ആവും. അത് രണ്ടും അങ്ങനെയാണ്. 50 വാട്ടിൻ്റെ ഫോൺ ചാർജറാണ്, വയർലെസ് ചാർജർ. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ചാർജ് ആവും. പെട്ടെന്ന് ചാർജ് ആവുന്നതിൻ്റെ നോർമൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചൂടാവും. അത് തടയാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള ഫോൺ വയ്ക്കാനുള്ള കാര്യം. 15.6 ഇഞ്ച് അല്ലേ, ഒരു മാക്ബുക്ക് അതിൻ്റെ അതേ സൈസാണ്. പുതിയ ഇൻ്റർഫേസാണ്, പുതിയ കുറേ കാര്യങ്ങളുണ്ട്. പഴയ ഇതായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഡാഷ്ബോർഡിൻ്റെ ഇങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഗ്ലാസ് പാനലാണ്. ഇവിടെ നോക്കിയറിയാം ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ആ ഒരു കളറ്, അതും ഓഷ്യൻ്റെ വേവ്സ് പോലെ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. ഇവിടെ ആ നിറമുണ്ട്. പിന്നെ വളരെ എലഗൻ്റായിട്ട് ഡിസൈൻ ചെയ്താണ്. സ്വിച്ചുകൾ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കൺട്രോൾസും നമ്മുടെ ടച്ച് സ്ക്രീൻ വഴിയാണ്. അത് നമ്മൾ നേരത്തെയും BYDയുടെ ഇതിലങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ രസമുള്ളൊരു കാര്യം എന്താ പറയുക, സെൻസർ ബേസ്ഡ് വെഹിക്കിൾ കൺട്രോൾസ് ആണ്. ഇത് ലോക്കായി, അൺലോക്കായി. ഇനി കണ്ടോ, കാറിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ഓൾ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വിൻഡോയും ചെയ്യും. ഇനി ഇടതുവശത്തെ ഒരു വിൻഡോ മാത്രം പൊങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിൽ നമുക്ക് പൊസിഷൻ സെറ്റ് ചെയ്യാം. പിന്നെ വെന്റിലേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഭയങ്കര രസമാണ്. അത് നമ്മൾ ചൂടിലൊക്കെ വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് ഒരു ഇത്തിരി ഗ്യാപ്പ് ഇടും, കണ്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ചൂട് എയർ അങ്ങോട്ട് പുറത്തേക്ക് പോകും, ക്യാബിൻ കൂളാവും. അപ്പോൾ മിറർ ഫോൾഡിങ് ഉണ്ട്, ചൈൽഡ് ലോക്ക്, ആംബിയൻ ലൈറ്റ്, സീറ്റ് വെന്റിലേഷൻ, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് ശരിക്കും ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനം. നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്നത്, അത് കമ്പനി അല്ല അല്ലേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യം ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ സൺറൂഫിൻ്റെ ബ്ലൈൻഡ് എത്ര വരെ തുറക്കാം എന്നുള്ളത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെയുള്ളത് ഡോർ പാഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തത്. അതായത് ആ വേവ്സിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു തിരമാലയുടെ ഒക്കെ കണ്ട് ഇങ്ങനെ വന്ന് എല്ലായിടത്തും അങ്ങനെയാണ് കയറുന്നത്. ഇങ്ങനെ കൗതുകളുടെ ഡിസൈനിലാണ്. ഡോർ ഹാൻഡിൽ ഇലക്ട്രോണിക് ചൈൽഡ് ലോക്കാണ്. നിങ്ങൾക്കറിയാം BYD സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനിയാണെന്ന്. ഇതിൽ 11 എയർ ബാഗ് ഉണ്ട്. ഡ്രൈവറെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇതാണത്. ഇതിൽ കൗതുകമുള്ള കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോൾ AI ക്യാമറ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഫോണൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വാണിംഗ് വരും. പിന്നെ നമ്മുടെ പാറ്റേൺ, ഡ്രൈവിങ്ങിൻ്റെ പാറ്റേൺ, കണ്ണിൻ്റെ രീതി, ഇതൊക്കെ അനലൈസ് ചെയ്യും. നമ്മൾ കോട്ടുവായ ഇട്ടാൽ പോലും അവിടെ നിന്ന് വാണിംഗ് തരും. അഡാസിൻ്റെ ഫീച്ചേഴ്സ് 16 ഉണ്ട്, അഡാസ് ലെവൽ 2. അത് കൂടാതെയാണിത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഭയങ്കര സേഫ്റ്റി ഫീലുള്ള ക്യാബിനാണ്. സീ ലയൺ 7ൻ്റെ വേറൊരു പ്രത്യേകത എന്താ അറിയുമോ, ഡൈൻ ഓഡിയോ സിസ്റ്റമാണ്. ഭയങ്കര സൂപ്പർ ഫീഡ്ബാക്കാണ് ആനന്ദൊക്കെ പറഞ്ഞത്. നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ലോങ് ഡ്രൈവിൽ അത് ടെസ്റ്റ് ചെയ്യും. ഈ ഡൈൻ ഓഡിയോ ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഉഗ്രൻ ഒരു കമ്പനിയാണ്. ഇവരുടെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ബുഗാട്ടി, ഫോക്സ് വാഗൻ്റെ ടോറഗ്, പിന്നെ വോൾവോയിലൊക്കെ ആദ്യം ഇവരുടെ ഓഡിയോ സിസ്റ്റം ഉണ്ടായിരുന്നത്. സീറ്റിലെ നമുക്ക് ഇവിടെയും സീറ്റ് കസ്റ്റമൈസ് ചെയ്യാവുന്ന സീറ്റാണ്. ഇത് കണ്ടാലറിയാം, ഭയങ്കര സ്പോർട്ടി. അതായത് ഗെയിമിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സീനാണ്. അത്ര സ്പോർട്ടി യങ് ആയിട്ടുള്ള സീറ്റാണ് ഡിസൈൻ വൈസ്. പ്ലസ് നാപ്പ ലെതറാണ്. ഇതിൽ എയർ വെന്റിലേഷൻ സൗകര്യമുണ്ട്. വേറൊരു രസമുള്ള കാര്യം വെച്ചാൽ ഇവിടെ ഉണ്ടല്ലോ, ഇത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്.
അതായത് നമ്മുടെ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. അങ്ങനെ പോലും നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. ഒറ്റ കാര്യം കൂടെ പറയാണ്ട്, ഞാനത് വിട്ടുപോയതാണ്. ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ഒരു തടസ്സമല്ല ഡാഷ്ബോർഡ്. കണ്ടോ, ക്ലീനാണ്. അതായത് ഫ്രണ്ട് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതൊരു പുതിയ ഡിസൈൻ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രെറ്റയിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്കൊരു രസമുണ്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ. ഡൽഹിയിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ഇതാണ് ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ്. ഇത് അൺലോക്ക് ആയിരിക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും. ഭയങ്കര ഒഴുക്കൻ ബോഡിയാണ്.